നമ്മുടെ ഫോണിൽ നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ അപകടകാരികളായ ആപ്പുകളൊക്കെ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. കാരണം ഹാക്കേഴ്സൊക്കെ അത്തരം ആപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിൽ പല സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്നത് വഴിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പല സോഴ്സുകളിൽ നിന്നും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം ആപ്പുകൾ നമ്മുടെ ഫോണിൽ കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടത് തന്നെ. കാരണം നമ്മുടെ ഫോണിലെ വിവരങ്ങളൊക്കെ ഹാക്കേഴ്സ് അതുവഴി ചോർത്തും. അതേപോലെ തന്നെ നമ്മൾ UPI ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് തന്നെ അവർ ഗാലിയാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൽ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ആപ്പൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോർ ആപ്പിനെ സംബന്ധിച്ച ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഷെയറും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഡേഞ്ചറായ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. നമ്മളിത് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്പിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യണം. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഹോം പേജ് ഇവിടെ ഓപ്പൺ ആയി. ഇനി ഈ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ ആ കോർണറിൽ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇനി ഇതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ ടച്ച് ചെയ്തുകൊണ്ട് മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പം സ്ക്രീനിൻ്റെ നടുവിലായിട്ട് ദാ ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതാണ് ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫോണിലെ ആപ്പുകളെ സ്കാൻ ചെയ്യുന്നതിനുള്ള പ്ലേ സ്റ്റോറിന്റെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ആ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ നടുവിൽ ഇവിടെ ഒരു ബ്ലൂ ബട്ടൺ കാണുന്നില്ലേ? അതിൽ ഈ ഫോണിന്റെ സ്ക്രീനിൽ ടേൺ ഓൺ എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ മിക്കവാറും അവിടെ സ്കാൻ എന്നാണ് കാണിക്കുക. പക്ഷെ ഇവിടെ ടേൺ ഓൺ എന്ന് കാണിക്കാൻ കാരണം ഇതിലെ ആ പ്ലേ പ്രൊട്ടക്റ്റിന്റെ സ്കാനിങ് ഓപ്ഷനുകളൊക്കെ ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഓഫ് ആണെങ്കിൽ നമ്മൾ ഓൺ ചെയ്യണം. അതിനായിട്ട് ഈ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ ഈ കോർണറിലുള്ള ഈ ഗിയർ ഐക്കണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്. അവയുടെ റൈറ്റ് സൈഡിലായിട്ട് അവയുടെ എനേബിൾ ബട്ടണുകളും ഉണ്ട്. പക്ഷെ ഇവിടെ എന്റെ ഫോണിൽ അവ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫോണിലും ഇത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് എനേബിൾ ചെയ്യുക. അതിനായിട്ട് ആ മുകളിലുള്ള ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. രണ്ട് ഓപ്ഷനുകൾ എനേബിൾ ആകുന്നതാണ്. അപ്പൊ ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്തതും തന്നെ രണ്ട് ഓപ്ഷനുകളും എനേബിൾ ആയി കഴിഞ്ഞു. ഈ രണ്ട് ഓപ്ഷനുകൾ എനേബിൾ ആയി കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളൊക്കെ ദിവസവും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്കാൻ ആകുന്നതാണ്. അങ്ങനെ സ്കാൻ ആവുന്ന സമയത്ത് അവയിൽ ഹാംഫുൾ ആപ്പുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മെസ്സേജ് നമുക്ക് പ്ലേ സ്റ്റോർ നൽകുന്നതാണ്. ഒപ്പം പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക് ആയിട്ട് അത്തരം ആപ്പുകളെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇനി ഞാൻ ബാക്ക് അടിച്ച് മുമ്പത്തെ സ്ക്രീനിലേക്ക് വരുന്നു. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, സ്ക്രീനിന്റെ നടുവിലായിട്ട് ടേൺ ഓൺ എന്ന് കാണിച്ചിരുന്ന ആ ബ്ലൂ ബട്ടൺ മാറി സ്കാൻ എന്നാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. ശരിക്ക് നിങ്ങൾ ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ എനേബിൾ ചെയ്ത ആ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അത് എനേബിൾ ആയിട്ട് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ യെസ്റ്റർഡേ വരെ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ആപ്പുകളെ സ്കാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുക. എന്നാൽ ഈ സ്ക്രീനിന്റെ നടുവിൽ കാണിക്കുന്ന ആ സ്കാൻ എന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ മാനുവലായിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്പുകളെ മാത്രമല്ല അല്ലാതെ നമ്മുടെ ഫോണിലുള്ള ആപ്പുകളെയും സ്കാൻ ചെയ്യുന്നതാണ്. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഹാംഫുൾ ആപ്പുകൾ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ആ സ്കാൻ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളെയും ഇതുപോലെ സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ആ സ്കാൻ എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്കാൻ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞതും നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ രണ്ട് ഓപ്ഷനുകൾ എനേബിൾ ആയി കിടക്കുന്നത് വഴി നമ്മുടെ ഫോൺ ദിവസവും ഓട്ടോമാറ്റിക് ആയിട്ട് സ്കാൻ ആവുന്നതാണ്. ഒപ്പം നമ്മുടെ ഫോണിലെ മുഴുവൻ ആപ്പുകളെയും മാനുവൽ ആയിട്ടും ഇതേപോലെ സ്കാൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.